സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. ഇന്ന് ഞാൻ സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പായസം തന്നെയാണ് സേമിയം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ പായസം ഞാൻ തയ്യാറാക്കുന്നത്. അതിനാവശ്യമായിട്ട് ഞാനിവിടെ 3 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വറുത്ത സേമിയം ഒരു 100 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വറുത്തെടുത്തിട്ടുള്ളതാണ്. ചൊവ്വരി 2 സ്പൂൺ ചൊവ്വരി, ആവശ്യത്തിന് പഞ്ചസാരയും 5 ഏലക്കായി, പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും. ഇനി ഞാൻ പായസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പം അതിന് വേണ്ടി പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നേ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ നേരത്തെ കാണിച്ച മുഴുവൻ പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു പകുതിയോളം ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ പഞ്ചസാര മധുരം കുറവാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഏകദേശം ഒരു കണക്കിനാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഒരു പകുതിയോളം ചേർത്തിട്ടുള്ളത്. ഇനി പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ചൊവ്വരിയും സേമിയവും വേവിച്ചെടുക്കാം. 2 സ്പൂൺ ചൊവ്വരിയാണ് വേവിച്ചെടുക്കുന്നത്. അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ ചൊവ്വരിക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ നന്നായി തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ സേമിയം ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വേവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു വെന്ത പോലെയാണ്. ഇനി ഇതിലേക്ക് സേമിയം ചേർത്ത് കൊടുക്കാം. സേമിയം നേരത്തെ വറുത്തത് കൊണ്ട് വല്ലാണ്ട് വേവാനൊന്നുമില്ല. ജസ്റ്റ് ഒരു കുറച്ച് നേരം മാത്രം മതി വെന്ത് കിട്ടാൻ. ഇപ്പോൾ ഇതിൽ വെള്ളം കുറവുണ്ട്, അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഉണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. നന്നായി വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരത്തെ നമ്മൾ ചൂടാക്കാൻ തിളപ്പിക്കാൻ വെച്ച പാലിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ചൊവ്വരി സേമിയം ഏകദേശം ഒപ്പം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്നൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. നന്നായിട്ട് തിളപ്പൊക്കെ വന്നിട്ടുണ്ട്. സേമിയം ചൊവ്വരിയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടണം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തിളപ്പിക്കാൻ വെച്ച പാൽ എന്തായി നോക്കാം. ഇവിടെ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കത് മുഴുവനായിട്ടും ഓരോ കയ്യിലായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് നന്നായി തിളച്ച കാരണം ഇനി ഫ്ലെയിം കുറച്ച് സ്ലോ ആക്കിയിട്ട് വേണം നമ്മളിത് ഇതിൽ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി അധികം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇനി ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഓൾറെഡി ഞാനത് ഉപയോഗിച്ചത് കൊണ്ട് അതിലാകെ പകുതിയോളം മാത്രമേ ഉള്ളത്. അപ്പോൾ ആ ഒരു പകുതി ഞാനിതിലേക്ക് മുഴുവൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഞ്ചസാരയുടെ മധുരം കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മധുരവും ഉള്ളത് കാരണം ഞാൻ അധികം വീണ്ടും പഞ്ചസാര ഇട്ടിട്ടില്ല. നന്നായിട്ട് ഒന്നുകൂടെ നമുക്കിത് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്കുള്ള കശുവണ്ടിയും കിസ്മിസും ഒന്ന് ചെറുതായിട്ട് നെയ്യിലിട്ടിട്ട് വറുത്തെടുക്കാം. ആദ്യം നമുക്ക് കശുവണ്ടി വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് കിസ്മിസും കൂടി ചേർത്തിട്ട് ഒന്നിച്ച് വറുത്തെടുക്കാം. ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് മിക്സ് ചെയ്യാം. നമ്മൾ പായസം കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് വേറെയാണ് ഇത് കടിച്ച് കഴിക്കുമ്പോൾ. ഇനി നമുക്ക് പായസം ഇറക്കി വെക്കാം. ഇതിലേക്ക് ഇനി ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അത് ഒരു 5 ഏലക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ തരിയായിട്ട് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാതും മിക്സ് ചെയ്തിട്ട് നമ്മളെ പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മലയാളികൾക്കൊക്കെ എവിടെ വെച്ച് പായസം കിട്ടിയാലും അത് കുടിച്ച് ശീലമുള്ളവരാണ്. എത്ര മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിലും നമ്മൾ എന്തായാലും അതൊന്ന് കുടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒരു പായസം ഉണ്ടാക്കിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. സേമിയ പായസം ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.